ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, വി ആർ ഹിയർ അഗെയിൻ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെയധികം പുതിയ വിഷയത്തെക്കുറിച്ചാണ്. സൈക്കോളജി ഓഫ് മണി ആൻഡ് ഹൗ ടു ബി ഡിഫറെൻറ്റ് ഇൻ എ സൊസൈറ്റി ഫുൾ ഓഫ് മീഡിയോക്കർ ലൈഫ്സ് ആൻഡ് നോർമൽ ബീങ്സ്. നിങ്ങൾ നോർമലായിട്ട് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഒരു മീഡിയോക്കർ ലൈഫാണോ ആഗ്രഹിക്കുന്നത്? അതോ ടു ബി എക്സെപ്ഷണൽ, ലൈഫിൽ എക്സെപ്ഷണൽ ആവാനാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് മീഡിയോക്കറായിട്ടും ജീവിക്കാം, എക്സെപ്ഷണലായിട്ടും ജീവിക്കാം. സോ മീഡിയോക്രസി ഡസൻ മീൻ എന്താണ്, ലൈഫിൽ ഒന്നും നേടാത്തവരല്ല മീഡിയോക്കർ ലൈഫ്. ഇത് ആദ്യം നിങ്ങളെ തന്നെ കണ്ടെത്തുക. അതിലൂടെ മാത്രമേ നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. സോ ദ റിയൽ ട്രാൻസ്ഫോർമേഷൻ, എങ്ങനെ നമുക്ക് റിയൽ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സാധിക്കും? സോ ഹിയർസ് ദ ട്രിങ്: ട്രാൻസ്ഫോം യുവർ സെൽഫ്, ഫൈൻഡ് യുവർ ബെറ്റർ ഹാഫ്. ദർ ഇസ് ഓൺലി വൺ വേ യു ക്യാൻ ഡു ഇറ്റ്. ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. ഇറ്റ് വിൽ ടേക്ക് ടൈം ആക്ച്വലി. നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആണ് നിങ്ങളുടെ ആ ബെറ്റർ ഹാഫിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ദ തിങ് ഈസ്, ഡേഞ്ചറസ് മാൻ ആവുക. സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അനുസരിക്കാത്ത ഡേഞ്ചറസ് മാൻ ആവുക. അന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ക്രിമിനൽ ആവുക ഓർ ഇന്ത്യൻ ലോയിനെ ബ്രേക്ക് ചെയ്യുക എന്നല്ല അതിനർത്ഥം. സൊസൈറ്റി വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, ടൈം ലൈൻസ്, സൊസൈറ്റി പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം ലൈൻസ്, അതായിരിക്കണമില്ല എല്ലാവരുടെയും ടൈം ലൈൻസ്. നിങ്ങളുടെ ടൈം ലൈൻ നിങ്ങളുടെ മാത്രമായിരിക്കും. നിങ്ങളുടെ പാത്ത് നിങ്ങൾ മാത്രമായിരിക്കും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡു നോട്ട് ഫോളോ സൊസൈറ്റീസ് ടൈം ലൈൻ. നിങ്ങളുടേതായ സമയം എടുത്ത് നിങ്ങളുടേതായ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തുക. ടൈം ലൈൻ എന്താണ് സക്സസ്? സക്സസ് എപ്പോഴും ആപേക്ഷികമാണ്, റിലേറ്റീവാണ്. ചിലപ്പോൾ ഒരാളുടെ സക്സസ് ആയിരിക്കില്ല ബാക്കിയുള്ള ഒരാളുടെ സക്സസ്. ചിലർക്ക് ഒരു നദിയുടെ അരികത്ത് ഒരു വീട് വെച്ച് താമസിക്കുക, അതായിരിക്കും അവരെ സംബന്ധിച്ച് സക്സസ്. ചിലർക്ക് ഒരു കമ്പനിയുടെ വലിയ CEO ആവുക എന്നതായിരിക്കും അയാളെക്കുറിച്ച് സക്സസ്. ചിലർക്ക് ആസ്ട്രോനോട്ട് ആവുക എന്നുള്ളതായിരിക്കും അവരുടെ സക്സസ്. സക്സസ് എപ്പോഴും റിലേറ്റീവാണ്. കമ്പാരിസൺ ഇസ് ദ ജോയ് ഓഫ് തീഫ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ, നിങ്ങളുടെ പാത്ത് നിങ്ങളാണ് പൂർണ്ണമായും സഞ്ചരിക്കേണ്ടത്. അതിൽ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഈവൻ നിങ്ങളുടെ കിഡ്സ് ആയാലും നമ്മളുടെ ആഗ്രഹങ്ങളല്ല അവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടത്, മറിച്ച് അവരുടെ ആഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഹൗ യു ലീവ് യുവർ ലൈഫ്. നിങ്ങൾ ഒരു കാര്യത്തിന് ആപ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം അതിലോട്ട് ഇറങ്ങാനായിട്ട് എന്ന് പറയാറുണ്ട്. ഒരിക്കലും സൊസൈറ്റിയുടെ റൂൾസ് ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഒരു പ്രധാനപ്പെട്ട കോട്ടുണ്ട്: റിയൽ പീപ്പിൾസ് ആർ ദ മാഡ് വൺസ്. റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന മേഡായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ ലോകത്തെന്തെങ്കിലും നേടിയിട്ടുള്ളൂ. സോ ലെറ്റ്സ് ബി എ റൂൾ ബ്രേക്കർ. റൂൾസുകളെ ബ്രേക്ക് ചെയ്യൂ. ബി എ ഡേഞ്ചറസ് മാൻ. Why is a person dangerous? A person who needs freedom, who only needs freedom. മണി അതുപോലുള്ള സോഷ്യൽ നോംസ് ഒന്നും അഫക്റ്റ് ചെയ്യാത്ത ഒരാൾ, അയാളെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഒരിക്കലും മെട്രിക്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അയാൾ. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ, എവറിത്തിങ് ഈസ് ഡിസൈൻഡ് ടു മേക്ക് യു എ കൺസ്യൂമർ. ഒരു കൺസ്യൂമർ ആവാനാണ് നിങ്ങളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത്, നോട്ട് ടു ബിക്കം പ്രൊഡ്യൂസർ. നിങ്ങൾ ടേബിളിൻ്റെ അപ്പുറത്തെ സൈഡ് പോകാൻ ആ സിസ്റ്റം ഒരിക്കലും നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങളെ ഒരു എൻ്റർപ്രണർ ആവാൻ ഒരിക്കലും സിസ്റ്റം അനുവദിക്കില്ല. ഒരിക്കൽ ആ ടേബിൾസ് ടേൺ, യു വിൽ റിയലൈസ്, യു വിൽ നോ, വെളിപാടുണ്ടാവും. അതൊരിക്കലും ഉണ്ടാവാൻ സിസ്റ്റം നിങ്ങൾ അനുവദിക്കില്ല.
സിസ്റ്റം, പരസ്യങ്ങൾ, മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, എവറിത്തിങ് ഈസ് ഡിസൈൻഡ് ടു കൺസ്യൂം യു. നിങ്ങൾ ആസ് എ കൺസ്യൂമർ നിങ്ങളുടെ പൈസയെ വാങ്ങിച്ചെടുക്കാനാണ് അവർ ഇരിക്കുന്നത്. സോ ദീസ് അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് സോഷ്യൽ മീഡിയ വിൽ ആൾവേസ് പുഷ് യു. എപ്പോഴും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, നിങ്ങളിൽ തന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പ്രതീതി, ഒരു ഇലൂഷൻ ഉണ്ടാകുന്നു. അവരെപ്പോഴും പറയും കൺസ്യൂം മോർ, കൂടുതൽ കൺസ്യൂം ചെയ്യൂ, കൂടുതൽ വാങ്ങിക്കൂ, കൂടുതൽ കോഴ്സുകൾ എടുത്ത് പഠിക്കൂ, ബിക്കോസ് യു ആർ നോട്ട് ഗുഡ് ഇനഫ്. നിങ്ങൾ ഒരിക്കലും ഗുഡ് ഇനഫ് അല്ല എന്ന് നിങ്ങളെ കൊണ്ട് വരുത്തി തീർക്കുന്നു. അങ്ങനെ അവർ നിങ്ങളെ മുഴുവനായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ പ്രൊഡ്യൂസർ, ഈവൻ ദാറ്റ് ഈസ് another area. Entrepreneurship is not an easy thing. Entrepreneurship എന്ന് പറഞ്ഞാൽ അയൺ വെയിൻസും മെറ്റൽ നട്ടലുള്ളവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ് entrepreneurship. It's very hard. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല. It is very harder than you think. So let's talk about psychology of money. Money is always psychological. മനുഷ്യൻ്റെ ഇമോഷൻ അനുസരിച്ച് ആണ് പലപ്പോഴും പൈസ സഞ്ചരിക്കുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഫാക്ടേഴ്സ് ആയിരിക്കില്ല പൈസയെ നിയന്ത്രിക്കുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഈവൻ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ ലോങ് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ആ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതിലൊരുപാട് ഹ്യൂമൻ ഫാക്ടേഴ്സും ഒരുപാട് ഇമോഷൻസും അതിൽ വരുമ്പോഴാണ് അങ്ങനെ നമുക്ക് പിൻവലിക്കേണ്ടി വരും. സോ വി കനോട്ട് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമ്മളുടെ സാലറി അല്ലെങ്കിൽ നമ്മളുടെ വരുമാനം വെച്ചിട്ട് നമുക്ക് ഇതിൽ എത്ര നാളത്തേക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിലൊരുപാട് ഇമോഷൻസും കാര്യങ്ങളുണ്ട്. സോ ഗെറ്റിംഗ് വെൽത്തി വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി. So there is two types, wealth and richness. Wealth and rich. Rich is always, rich എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും in the form of materialistic things. എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ബൈ കാർ ഓർ ഫാൻസി ഹോംസ്, ഇതൊക്കെയാണ് റിച്ച്നെസ് കാണിക്കുന്നത്. ബട്ട് വെൽത്ത് ഈസ് ആൾവേസ് സൈലൻറ്റ്. വെൽത്ത് ഈസ് ആൾവേസ് the money you never spent. നിങ്ങൾ ഒരിക്കലും സ്പെൻഡ് ചെയ്യാത്ത പൈസയാണ് വെൽത്ത്. ഇറ്റ് ഈസ് വെരി സൈലൻറ്റ് ബട്ട് ഇറ്റ് ഈസ് വെരി പവർഫുൾ. വെൽത്തിനെ കൺവേർട്ട് ചെയ്ത് പൈസയാക്കുമ്പോഴാണ് വി വിൽ ബിക്കം റിച്ച്. സോ വെൽത്ത് ഈസ് ആൾവേസ് സൈലൻറ്റ്. ഇറ്റ് വിൽ നോട്ട് മേക്ക് നോയ്സ് ലൈക്ക് നിങ്ങളുടെ ഫാൻസി കാറോ നിങ്ങളുടെ വീടോ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കൂടിയ സ്മാർട്ട് ഫോണോ പോലെ അത് ഒരു പോപ്പ് എന്ന ആളുകളുടെ ആകർഷിക്കുന്ന ഒരു സാധനമല്ല വെൽത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഹിഡൻ ആൻഡ് നോ വൺ കെൻ എസ്റ്റിമേറ്റ് വെൽത്ത്. എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരാളുടെ വെൽത്ത് അളക്കാൻ കഴിയില്ല. ബട്ട് റിച്ച്നെസ് അളക്കാൻ കഴിയും. ബട്ട് എനിവേ നിങ്ങൾ ബാക്കിയുള്ളവരെ കാണിക്കാനാണ് റിച്ചായിട്ട് നടക്കുന്നതെങ്കിൽ യു വോണ്ട് സർവൈവ് ലോങ്. ബിക്കോസ് ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ട് റിച്ച്നെസ് ആക്ട് ചെയ്യുന്ന ഒരാൾക്ക് അധികകാലം അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റില്ല. they will become poor soon enough. So when you invest money, ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് do not put all your eggs in one basket. നിങ്ങളുടെ എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിൽ ഇടാതിരിക്കുക. always consider room for error. There should be an error. ഇറ്റ് വിൽ നോട്ട്, നമ്മൾ പുറമേ ഒന്ന് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മളെ വീട്ടിൽ വരുന്ന എന്തെങ്കിലും എമർജൻസീസ് ആയിരിക്കാം, ചിലപ്പോൾ ആക്സിഡൻറ്റ്സ്, എന്ത് വേണോ സംഭവിക്കുക. റൂം ഫോർ എറർ ഈസ് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമായിരിക്കും എറർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിരിക്കുക, മേ ബി ഇൻ ദ ഫോം ഓഫ് ഇൻഷുറൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഓൾവേസ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും റൂം ഫോർ എറർ ഷുഡ് ബി കൺസിഡേർഡ്. അത് എങ്ങനെ വരുമെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ഈ റൂം ഫോർ എറർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ സർപ്രൈസസും, യു ഷുഡ് ബി റെഡി ഫോർ എനി സർപ്രൈസസ്. എന്ത് സർപ്രൈസ് ലൈഫിലുണ്ടാവാനും
റെഡി ആയിരിക്കും. സോ അൾട്ടിമേറ്റ്ലി ഫ്രീഡം തന്നെയാണ് ദ പ്രൈസ്. ഫ്രീഡം തന്നെയാണ് പ്രൈസ്. എന്താണ് ലൈഫിൻ്റെ പർപ്പസ്? ഇറ്റ് ഈസ് നോട്ട് ടു മേക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓർ ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. റിയൽ വെൽത്ത് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എണീക്കാനും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാനും ഉള്ള ഫ്രീഡം, ദാറ്റ് ഈസ് റിയൽ വെൽത്ത്. ബട്ട് if you are a prisoner of this external ബാഹ്യമായ കാര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ you will always be a prisoner. Remember, we are in this earth. ഈ ഭൂമിയിൽ നമ്മൾ വന്നത് ഈ എർത്തിലെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. യു കനോട്ട് ടേക്ക് ഇവിടുത്തെ ഓരോ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. യു കൻ ഓൺലി എക്സ്പീരിയൻസ് ഇറ്റ്. ബട്ട് ഇറ്റ് വിൽ ഡിപ്പെൻഡ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഓരോരുത്തരുടെ പാഷനാണ്. സോ സം പീപ്പിൾ ലൈക്ക് മൈസെൽഫ്, ഐ ആം ഫൗണ്ട് പാഷൻ ഇൻ ക്രിയേറ്റിംഗ് തിങ്സ്. ചില സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ. സോ മീ പേഴ്സണലി ഐ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ ക്രിയേറ്റിംഗ് സംതിങ്. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. സോ ഐ മേക്ക് മൈസെൽഫ് മച്ച് ബിസി. കൂടുതൽ ബിസി ആവാൻ ശ്രമിക്കുന്നു. ഐ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ ബീയിങ് ബിസി. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ അക്കോർഡിംഗ് ടു ദ സൈക്കോളജി ഓഫ് മണി, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മളുടെ ഇമോഷൻസും ഉൾപ്പെട്ടിരിക്കും. സോ യു നീഡ് ടു ബി വില്ലിങ് ടു ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് യു വിൽ ബി മെൻ്റലി ആൾസോ പ്രിപ്പയർ ആയിരിക്കണം. ബിക്കോസ് ഇത് ഇന്നിട്ട് നാളെ എടുക്കുന്ന പരിപാടിയല്ല. ലൈക്ക് ഇഫ് യു ഹാവ് മ്യൂച്വൽ ഫണ്ട് ഓർ അങ്ങനത്തെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ദീസ് ആർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ മ്യൂച്വൽ ഫണ്ട് ഇന്നിട്ട് നാളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ല. ദീസ് ആർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. റിഗാർഡ്ലെസ് ഓഫ് റൂം ഫോർ എറർ, റിഗാർഡ്ലെസ് ഓഫ് യുവർ എന്തെങ്കിലും സർപ്രൈസസ് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ട്, റിഗാർഡ്ലെസ് ഇറ്റ് ഷുഡ് ബി ലോങ് ടൈം. സോ നമുക്കൊരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു. ദാറ്റ് പാർട്ട്ണർ ഹാഡ് എ പ്രോബ്ലം ഇൻ ഹിസ് ഫാമിലി ആൻഡ് ഹി immediately withdraw all his investments in our company because he need to attend that. He need to clear out that medical emergency. So he immediately withdraw all his investment. That is bad for any business because that's not the way to do business. So ആ കേസിൽ അയാൾ റൂം ഫോർ അവർ കൺസിഡർ ചെയ്തിട്ടില്ല. ഹീ പുട്ട് ആൾ ഹിസ് മണി ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാം കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അപകടം, എന്തെങ്കിലും ഒരു എമർജൻസി വന്നപ്പോൾ അയാൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യേണ്ടി വരും. റിമെമ്പർ, ബിസിനസ് ഈസ് നോട്ട് ഇന്ന് വെച്ചിട്ട് നാളെ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു പരിപാടിയല്ല. ദീസ് ആർ ലോങ് ടൈം. സോ എനിവേ, ഇതുപോലത്തെ സംഭവത്തിൽ ഇറങ്ങുന്ന മുമ്പ് you should be mentally prepared because ഇത് ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെയോ സോഷ്യൽ മീഡിയ റീൽസ് പോലെയോ ഇൻസ്റ്റൻറ്റ് ഡോപ്പമൈൻ തരുന്ന ഒരു സംഭവമല്ല. യു ഷുഡ് ബി പാഷനേറ്റ്. അല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. സോ അബൌട്ട് ദാറ്റ്, ടു ബി കമ്മിങ് ടു ദ പോയിന്റ്, യു നീഡ് ടു ബി ഡേഞ്ചറസ് മെൻ ആൻഡ് വുമൺ. എങ്ങനെ ഡേഞ്ചറസ് മെൻ ആൻഡ് വുമൺ ആവാം? സോ in order to be dangerous, you need to break some rules. സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന റൂൾസും ടൈം ലൈനെയും ബ്രേക്ക് ചെയ്യുക. സോ നിങ്ങളുടെ പർപ്പസ് കണ്ടുപിടിക്കുക. സോ എവ്രി വൺ വിൽ സേ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ലൈഫ് സെറ്റായി. ദർ ഇസ് നോ സച്ച് തിങ്സ്. ദർ ഇസ് നോ ചെക്ക് പോയിന്റ് ഫോർ ലൈഫ്. ലൈഫിൽ ഒരു ചെക്ക് പോയിൻറ്റും ഇല്ല. ലൈഫിൽ ഒരു
എന്ന് വെച്ചാൽ ഒരു ഡെസ്റ്റിനേഷൻ ലൈഫിനില്ല. ഡെസ്റ്റിനേഷൻ ഈസ് വെൻ നമ്മൾ മരിക്കുമ്പോഴാണ് യഥാർത്ഥ ഡെസ്റ്റിനേഷൻ. ദർ ഇസ് നോ ഡെസ്റ്റിനേഷൻ, ദർ ഇസ് നോ അച്ചീവ്മെൻറ്റ്. അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാം റിലേറ്റീവാണ്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് വേറൊരാൾക്ക് അച്ചീവ്മെൻ്റായിട്ട് തോന്നണമെന്നില്ല. ഈവൻ ദെൻ നിങ്ങളുടെ അച്ചീവ്മെൻറ്റിന് എത്താൻ വേണ്ടി നിങ്ങളെടുത്ത കഷ്ടപ്പാട് ഒരാൾക്ക് വിവരിച്ചു കൊടുത്താൽ, എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് തന്നെ ഡൗട്ട് തോന്നുന്നു ഇതൊരു അച്ചീവ്മെൻ്റ് ആണോ. ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് അച്ചീവ്മെൻറ്റ്. ഇറ്റ്സ് ആൻ ഐസ്ബർഗ് ആക്ച്വലി. ഒരു ഐസ്ബർഗാണ്. നിങ്ങൾ കാണുന്നതിനപ്പുറമായിരിക്കും ഒരാൾ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടി എടുത്ത കഷ്ടപ്പാട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സണൽ ഇഷ്ടങ്ങൾ, പാഷൻ ആൻഡ് പർപ്പസ്. ഒരാളുടെ അച്ചീവ്മെൻറ്റ് വേറൊരാൾക്ക് അച്ചീവ്മെൻ്റായിട്ട് തോന്നണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള പാത്ത് വേണം ഫോളോ ചെയ്യാൻ. ഡു നോട്ട് കോപ്പി അതേഴ്സ് ബിക്കോസ് യു ആർ നോട്ട് ദം. നിങ്ങളല്ല അവർ. ഓരോരുത്തരും വഴികൾ ഡിഫറൻ്റാണ്, ഓരോരുത്തരുടെയും വളർന്നു വന്ന സാഹചര്യങ്ങൾ ഡിഫറൻ്റാണ്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് യു കനോട്ട് ഇൻഫിൽട്രേറ്റ് യുവർ ഐഡിയാസ് ഇൻ ടു അതേഴ്സ്. നിങ്ങളുടെ ഐഡിയാസ് ഒരിക്കലും വേറൊരാൾക്ക് അഴിച്ചെടുക്കാൻ സാധിക്കില്ല. സോ that is what I'm trying to say. So there is another thing, man in the car paradox and this crazy consumerism. When you buy things unwanted ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഡോപമൈൻ വളരെ കുറച്ച് സമയത്തെ നിൽക്കുകയുള്ളൂ. When you unbox that thing and use it, that dopamine disappears. When you crave for more, കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ക്രേവിങ് ചെയ്യേണ്ടി വരും. ദിസ് ഈസ് എ ട്രാപ്പ്. കം ഔട്ട് ഓഫ് ഇറ്റ് ഗൈസ്. ബി എ ഡേഞ്ചറസ് പേഴ്സൺ. സൊസൈറ്റിയുടെ റൂൾസിനെ ബ്രേക്ക് ചെയ്യും. ഡേഞ്ചറസ് ആയ പേഴ്സൺ ആവും. ദിസ് ഇസ് അബിലമാർ സൈനിങ് ഔട്ട്.